الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين. വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരമദയാലുവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിച്ച് പാലിച്ച് മുന്നോട്ടു പോകാൻ പരിശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടാൻ, ആ മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമ്മളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു തന്നിട്ടുള്ളത്, ഹദീസുകളിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായ സമയമാണ്, സൽക്കർമ്മങ്ങൾക്കുള്ള സമയമാണ് ഈ 10 ദിവസങ്ങൾ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ദുൽഹജ്ജ് മാസം കുറേ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ദിനങ്ങളാണ്. ഹജ്ജും കഅബയും ചരിത്രവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ധീരോദാത്തനായ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ധൈര്യശാലികളായ കുടുംബാംഗങ്ങളും നമ്മുടെ ഓർമ്മകളിലേക്ക് ഉൾപ്പുളകമായി കടന്നുവരുന്ന കാലമാണ്. എന്താണ് ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? ചരിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്നത് എന്താണോ അത് നമ്മൾ തിരിച്ചു പഠിക്കേണ്ടത് ചരിത്രത്തിൽ നിന്നാണ്. അതിനാണ് ചരിത്രം. ചരിത്രം വായിക്കാനും അടച്ചുവെക്കാനുമുള്ളതല്ല, വായിക്കാനും ആവർത്തിക്കാനുമുള്ളതാണ് എന്ന് പറയാറുണ്ട്. ചരിത്രത്തിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല എന്നതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് ഒരു ദാർശനികൻ പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് ആരും ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക്, ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു നാട്ടുകാരൻ, ഒരു പ്രബോധകൻ, ഒരു മകൻ, ഒരു ഭർത്താവ്, ഇണ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ വശങ്ങൾ, ആ വശങ്ങളിലെല്ലാം നമ്മൾക്ക് എന്താണോ ഇന്ന് നഷ്ടപ്പെടുന്നത് അത് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു സവിശേഷത ആ കുടുംബത്തിന്റെ ചരിത്രത്തിനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള ചില വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ തന്നെ മതി നമുക്ക് നമ്മുടെ ജീവിതത്തെ വിചാരണ ചെയ്യാൻ, നമ്മുടെ നിലവിലുള്ള പോക്കിനെ വിചാരണ ചെയ്യാൻ. അള്ളാഹുവിന്റെ ആ 2 വിശേഷണങ്ങൾ തന്നെ മതി. അള്ളാഹു ഉടമയാണ്, ബാക്കിയുള്ളതെല്ലാം സൃഷ്ടികളാണ്, അടിമകളാണ്. അങ്ങനെയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു അടിമയും ഇബ്രാഹിം നബി, അള്ളാഹു ഉടമയും ഇബ്രാഹിം നബി അടിമയുമാണ്. അള്ളാഹു ഉടമയും ഇബ്രാഹിം നബി അടിമയുമാണ്. അടിമയും ഉടമയും തമ്മിൽ ചങ്ങാത്തമുണ്ടാകാറില്ല, കൂട്ടുകെട്ടുണ്ടാകാറില്ല. ഉടമ കൽപ്പിക്കുന്നു, അടിമ അനുസരിക്കുന്നു. അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ.
ഉടമ എന്താണോ കൽപ്പിക്കുന്നത് അത് അടിമനുസരിക്കുന്നു. ഉടമ എന്താണോ സമ്മാനിക്കുന്നത് അത് ധരിക്കുന്നു, അത് അണിയുന്നു. അതല്ലാതെ അടിമയ്ക്ക് പ്രത്യേകമായി ഉടമയുമായി യാതൊരു അവകാശബന്ധവുമില്ല. എന്നാൽ അങ്ങനെയൊരു അടിമയും ഉടമയും, ആ അടിമയെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ സുഹൃത്താണ്, അള്ളാഹുവിന്റെ ഖലീലാണ്. സുഹൃത്ത് എന്നല്ല, ആത്മസുഹൃത്ത് എന്നാണ് ഖലീലിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ആത്മസുഹൃത്താണ് അള്ളാഹുവിന്റെ ഒരടിമയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ സുഹൃത്ത് എന്നൊരു പദവിയിലേക്ക് ഒരു പ്രവാചകൻ എത്തുന്നത്? ഒരായുസിന്റെ വിശേഷണമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് കിട്ടിയ ഒരു ആയുസിനെ കുറിച്ച് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റാണ്. അദ്ദേഹം എന്റെ ചങ്ങാതിയാണ്. നമുക്കൊക്കെ കിട്ടിയ ആയുസിന്റെ വിശേഷണം എന്തായിരിക്കും? നമുക്ക് അള്ളാഹു തന്ന ഒരു ആയുസ്സുണ്ട്. ഈ ആയുസിന്റെ അവസാനം അള്ളാഹു നമ്മളെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ ആളുകളുണ്ട്, അവരൊക്കെ നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? നമ്മൾ മരിച്ച ദിവസം നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും വരും. നമ്മളെ അറിയുന്നവരായ ഒരുപാട് ആളുകൾ വരും. നമ്മുടെ കൂടെ ജോലി ചെയ്തവരുണ്ടാകാം, കുട്ടിക്കാലത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവാം, നമ്മുടെ കീഴിൽ ജോലി ചെയ്തവരുണ്ടാകാം, നാട്ടുകാർ, അയൽപ്പക്കക്കാർ. അവിടെ വന്ന ഓരോ മനുഷ്യനും നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെന്തായിരിക്കും? അവിടെ വന്നിട്ടുള്ള ഓരോ മനുഷ്യനും, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതെന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ശരി, ഈ ആയുസ് തന്നവൻ നമ്മുടെ റബ്ബ് നമ്മളെക്കുറിച്ച് പറയുന്നത് എന്തായിരിക്കും? ഖലീലുള്ളാ എന്ന് അള്ളാഹുവിന്റെ ഒരടിമയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. അങ്ങനെ എന്തു പേരായിരിക്കും എനിക്കും നിങ്ങൾക്കും അള്ളാഹു തരാൻ പോകുന്നത്? അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സുഹൃതങ്ങൾ, സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ. ഈ ആനന്ദങ്ങൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് ഏത് തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമാണ് അള്ളാഹു നോക്കുന്നത്. അത്രയുമാണ് ഈ ജീവിതത്തിന്റെ തന്നെ അർത്ഥമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ജീവിതം, പിന്നെ ഒരു മരണം, ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്നറിയുവാനാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അത് മാത്രമാണ് അള്ളാഹുവിന്റെ നോട്ടം. നമ്മൾക്ക് നൽകിയ ചെറുതും വലുതുമായ ഓരോ അനുഗ്രഹങ്ങൾ കൊണ്ടും നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത്? ഇബ്രാഹിം നബിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് ഇബ്രാഹിം നബി എന്താണ് പ്രവർത്തിച്ചത്? അത് അള്ളാഹു ചുരുക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: ഷാക്കിറൻ ലി അൻഉമിഹി. എല്ലാ നിഅമത്തുകൾക്കും നന്ദിയുള്ളവനായിരുന്നു ഇബ്രാഹിം. അള്ളാഹുവിന്റെ മറ്റൊരു സർട്ടിഫിക്കറ്റാണ് ഷാക്കിറൻ ലി അൻഉമിഹി. അള്ളാഹു എന്തൊക്കെ നിഅമത്തുകളാണോ അദ്ദേഹത്തിന് സമ്മാനിച്ചത്, ആ നിഅമത്തുകൾക്ക് ശുക്റുള്ള, നന്ദിയുള്ള, കൂറുള്ള മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്ന് അള്ളാഹു ഖുർആനിലൂടെയാണ് പറഞ്ഞിരുന്നത്. ഷാക്കിർ അലി അൻഉമിഹി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വളരെ കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളൂ നമ്മളെയൊക്കെ അപേക്ഷിച്ചിട്ട്. നല്ലൊരു വാപ്പനെ കൊടുത്തിട്ടില്ല, നല്ലൊരു ഉമ്മ, നല്ലൊരു കുടുംബം, നല്ലൊരു സമൂഹം ഉണ്ടോ? ജീവിതത്തിലെ സന്തോഷങ്ങൾ വളരെ കുറച്ചായിരുന്നു. പ്രവാചകത്വത്തിന്റെ ഭാരം ചുമലിൽ വന്നതോടുകൂടി അന്നോളം മിത്രങ്ങളായിരുന്നവർ പോലും ശത്രുക്കളായി മാറി. പിതാവ് ആട്ടിപ്പായിക്കുകയാണ്. നാട്ടുകാർ അദ്ദേഹത്തെ തീക്കുണ്ഠാരത്തിലേക്ക് എറിയുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതിലേറെ എന്താണ് അനുഭവിക്കാനുള്ളത്? വേറൊന്നിന്റെ പേരിലുമല്ല, ഒരാദർശം അവരോട് പറഞ്ഞു എന്നൊരൊറ്റ കാരണമേ ഉള്ളൂ. അല്ലാതെ അവരെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ കൊടൽമാല വലിച്ചെറിഞ്ഞ ശത്രുക്കളെ നോക്കിക്കൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വളരെ പ്രമാണികളായ ശത്രുക്കളുടെ നേരെ ആ കുടൽമാല എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഫാത്തിമ ബീബി ചോദിച്ചു, എന്റെ പിതാവ് നിങ്ങളോട് എന്താണ് ചെയ്തത്? നിങ്ങളുടെ റബ്ബ് ഒരുവൻ മാത്രമാണ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നതല്ലാതെ വേറെ എന്താണ് എന്റെ പിതാവ് നിങ്ങളോട് ചെയ്തത്? അത് പറഞ്ഞതിനാണോ നിങ്ങൾ ഈ മനുഷ്യനെ ഇത്രയധികം ദ്രോഹിക്കുന്നത് എന്ന്
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും അവരോട് ചരിത്രം തിരിച്ചു ചോദിക്കുന്നത് അത് തന്നെയായിരുന്നു. എന്താണ് ഈ മനുഷ്യൻ നിങ്ങളോട് ചെയ്തത്? നിങ്ങളെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടോ? നിങ്ങളെ ശാരീരികമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യം ഈ പ്രപഞ്ചത്തോളം പഴക്കമുള്ള കാര്യമാണ്. ഈ പ്രപഞ്ചത്തോളം പഴക്കമുള്ള ഒരു സത്യം ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു എന്നതല്ലാതെ ആ പ്രവാചകൻ വേറൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിൽ നിന്ന് കയറി വരുന്നത് തണുത്തു വിറച്ചുകൊണ്ടാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് തണുത്ത് വിറച്ചുകൊണ്ട് കടന്നു വരുന്ന പ്രവാചകനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരുന്നു അത്? ഇത് പുരാണമല്ലല്ലോ. ഇത് പുരാണമല്ല എന്നാണ് ഓരോ ഹജ്ജും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇതിലൂടെയാണ് ഹാജർ ഓടിയത്, ഇവിടെയാണ് ഇസ്മായിൽ കടന്ന് കരഞ്ഞത്, ഇവിടെയാണ് സംസം പൊട്ടി ഒഴുകിയത് എന്ന ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞത് എന്തിനാണ്? ഇത് പുരാണമല്ല എന്ന് പറയാനാണ്. ഇത് വെറും കെട്ടുകഥകളല്ല എന്ന് പറയാനാണ്. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് തണുത്തു വറച്ചുകൊണ്ട് കടന്നു വരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉള്ളിലുള്ളത് തവക്കുലിന്റെ ഊർജമാണ്. അള്ളാഹുവിനെ സർവ്വതും അർപ്പിക്കാൻ കഴിഞ്ഞവന്റെ ധൈര്യമാണ്. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പടയാതിരുന്നത് അതുകൊണ്ടാണ്. 70 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടിയ അരുമസന്താനമായ ഇസ്മായിൽ എന്ന കുട്ടിയുടെ കഴുത്തിൽ കത്തിവെക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈ വിറക്കാതിരുന്നതും അതേ കാരണം കൊണ്ടാണ്. അതിന്റെ എല്ലാം കാരണം ഒന്നായിരുന്നു. അത് അസദൃശമായ ഈമാനായിരുന്നു, അസാധാരണമായ സത്യവിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് ഖലീലുല്ലാ, അള്ളാഹുവിന്റെ ചങ്ങാതിയാണ്. കടൽ രണ്ടായി മാറുക എന്നുള്ളത് സംഭവിക്കാത്ത കാര്യമാണ്. അത് പ്രകൃതി നിയമമല്ല. പക്ഷേ കടൽ രണ്ടായി മാറുകയും ആ രണ്ടിന്റെയും നടുവിലൂടെ ഉണങ്ങിയ ഒരു പാതയുണ്ടാവുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ എന്തായിരുന്നു അവിടെയും പ്രവർത്തിച്ചത്? തിമിംഗലം വിഴുങ്ങിയ ഒരാളെ അതേ തിമിംഗലം തന്നെ പുറത്തേക്ക് തള്ളുന്നു ജീവനോടുകൂടി, യാതൊരു കുഴപ്പവുമില്ലാതെ. തിമിംഗലത്തിന്റെ ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഒരു പ്രവാചകൻ. 3 ഇരുട്ടുകളുടെ ഉള്ളിൽ നിന്ന് ആ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. യൂനുസ് നബി അലൈഹിസ്സലാം 3 ഇരുട്ടുകളിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. വനാദാ ഫിദ്ദുലുമാത്, ഒന്ന് രാത്രിയുടെ ഇരുട്ട്, രണ്ടാമത്തേത് കടലിന്റെ ഇരുട്ട്, മൂന്നാമത്തേത് തിമിംഗലത്തിന്റെ ആമാശയത്തിനകത്തുള്ള കൂരാക്കൂരിരുട്ട്. ആ 3 ഇരുട്ടുകളുടെ ഉള്ളിൽ നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നീയല്ലാതെ മറ്റൊരാരാധ്യനില്ല, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, നീയല്ലാതെ ഒരു ആരാധ്യനില്ല, നീ തന്നെയാണ് പരിശുദ്ധൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു, ഞാൻ എന്റെ കുറ്റം സമ്മതിക്കുന്നു, ഞാൻ എന്റെ കുറ്റം സമ്മതിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അള്ളാഹ് പറയുന്നത് എന്താണ്? വനജ്ജൈനാഹു മിനൽ ഗം കദാലിക നുൻജിൽ മുഹ്സിനീൻ. അദ്ദേഹത്തെ ആ വിഷമത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. മുഹ്സിനുകളായ സർവരെയും അങ്ങനെ രക്ഷിക്കാൻ ഇനിയും അള്ളാഹു കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ രക്ഷിക്കുവാൻ ഇനിയും അള്ളാഹു കാത്തിരിക്കുന്നുണ്ട്. കദാലിക നുൻജിൽ മുഹ്സിനീൻ. അങ്ങനെയുള്ള മനസ്സുള്ളവരെ രക്ഷിക്കുവാൻ, അവർക്ക് പോംവഴികൾ നൽകാൻ ഇനിയും അള്ളാഹു ഉണ്ട്. ഈ 3 പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അസാധാരണമായ തവക്കുലാണ്. അള്ളാഹ് എന്നുള്ളൊരു പേടി ഉണ്ടാകുന്നതോടുകൂടി പിന്നെ ഒരു പേടിയുമില്ലാത്ത അവസ്ഥയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ, ഫലാ തഖ്ശൗഹും വഖ്ശൗനി. നിങ്ങൾ വേറെ ഒരാളെയും പേടിക്കണ്ട. ഫലാ തഖ്ശൗഹും, നിങ്ങൾ ഒരാളെയും പേടിക്കണ്ട, നിങ്ങൾ എന്നെ മാത്രം പേടിക്കുക. അള്ളാഹുവിനെ മാത്രം പേടിക്കുമ്പോൾ പിന്നെ വേറെ ആരെയും പേടിക്കേണ്ടി വരൂല. അള്ളാഹു എന്ന പേടി ഉണ്ടാകുന്നതോടുകൂടി പിന്നെ ഒരു പേടിയും ഉണ്ടാകാൻ പാടില്ല. അതാണ് ആ വചനത്തിന്റെ അർത്ഥം. അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം. അപ്പൊ ഖലീലുല്ലാ എന്ന വിശേഷണവും ഷാക്കിറൻ ലി അൻഉമിഹി എന്ന വിശേഷണവും ചരിത്രം പറയുന്നത് എന്തിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളാനുള്ളതല്ല. ഓടാൻ നിൽക്കുന്ന ഒരാള് ഒരു കാല്
പിറകിലേക്ക് ഒരു കാല് മുന്നിലേക്കും ആക്കിയിട്ടാണ് നിൽക്കുക. എന്തിനാണ് മുന്നിലേക്ക് ഓടുന്ന ഒരാള് പിറകിലേക്ക് കാല് വെച്ചത്? പിന്നിലേക്ക് കാല് വെച്ചത് എന്തിനാണ്? പിന്നിലേക്ക് അയാൾ എത്ര തള്ളുന്നുണ്ടോ, എത്ര ഊർജം പിന്നിൽ നിന്ന് അയാൾ ശേഖരിക്കുന്നുണ്ടോ, അത്രയും ഊക്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നിൽ നിന്നുള്ള ഈ ഊർജമാണ് ചരിത്രത്തിൽ നിന്നുള്ള ഊർജം. നമ്മൾ കാർ ഓടിക്കുമ്പോ, ബൈക്ക് ഓടിക്കുമ്പോ ഇവിടെ ഒരു കണ്ണാടി വെക്കും, വലതുവശത്തൊരു കണ്ണാടി വെക്കും. എന്തിനാണത്? പിറകു വശം കാണാനാണ്. മുന്നോട്ട് പോകുന്ന ഒരാള് പിറകു വശം കാണുന്ന എന്തിനാണ്? പിറകു വശം നന്നായി കാണുന്ന ഒരാൾക്ക് മുന്നോട്ട് നന്നായി പോകാൻ കഴിയുള്ളൂ. പിറകിലെ കാഴ്ചകൾ ചരിത്രത്തിലെ കാഴ്ചകളാണ്. പിറകിലെ ഊർജം ചരിത്രത്തിൽ നിന്നുള്ള ഊർജമാണ്. അങ്ങനെയാണെങ്കിൽ ഖലീലുള്ളാഹിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം അതാണ്. അദ്ദേഹം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സൂറത്ത് ശുഅറയിൽ. അള്ളാഹിനോടൊരു പ്രവാചകൻ നടത്തുന്ന പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അള്ളാഹുവേ, വരാനിരിക്കുന്ന ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയണേ. കൂടെയുള്ള ആളുകൾ നല്ലത് പറയണേ എന്നല്ല, ഞാനിവിടെ നിന്ന് കടന്നു കഴിഞ്ഞു പോയിട്ട് പിന്നീട് കടന്നു വരുന്ന മനുഷ്യർ ഇബ്രാഹിമിനെ കുറിച്ച് പറയുമ്പോൾ ലിസാന സിദ്ഖിൻ, നല്ലത് പറയണേ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഓരോ പ്രാർത്ഥനകളും ഒരു പുസ്തകത്തിലേക്ക് എടുത്തെഴുതി നോക്കൂ. നമ്മൾക്ക് ഇന്ന് ആവശ്യമുള്ള ഒരു പ്രാർത്ഥന അതിലുണ്ടാകും. അത് ആ പ്രാർത്ഥനകളുടെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രാർത്ഥനകൾ അള്ളാഹു ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകളെല്ലാം പ്രധാനമാണ്. അതിലൊരു പ്രാർത്ഥനയാണ് വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണേ. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മുസ്ലിങ്ങൾ മാത്രമാണോ? ക്രിസ്ത്യാനികൾ മാത്രമാണോ? ജൂതന്മാർ? ലോകത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന 3 ജനസമൂഹങ്ങളാണ്. ഈ 3 ജനസമൂഹങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഇബ്നേസർ എന്ന് കേൾക്കുമ്പോൾ ജൂതന്മാരുടെ മനസ്സിൽ, എബ്രഹാം പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ല ഓർമ്മകളാണ് ബാക്കിയുള്ളത്. ഒരു പ്രാർത്ഥനയുടെ റിസൾട്ടാണത്. നല്ല ഓർമ്മകൾ ബാക്കിയാകുന്ന ജീവിതം. നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവർ എങ്ങനെയാ നല്ലത് പറയാ? നമ്മൾ ചെയ്തതാണ് നമ്മൾ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതാണ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തതാണ്. ശരിയായാലും തെറ്റായാലും അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുക. കർമ്മങ്ങളാണ് നമ്മൾ തുടങ്ങി വെച്ചതോ നമ്മൾ പങ്കാളികളായതോ നമ്മൾ കൂട്ടുകൂടിയതോ ആയ സകല പ്രവർത്തനങ്ങളുടെയും പേരിലാണ് നമ്മൾ നാളെ ഓർമ്മിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ എത്ര മനോഹരമായ സ്മൃതി സുഗന്ധമാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ലോകത്ത് ബാക്കിയായിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 130, 131 വചനങ്ങളാണ് നേരത്തെ നമ്മൾ ഓതി വെച്ചത്. അള്ളാഹു പറയുകയാണ്, വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു. സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തെ വെറുക്കുക? ആരാണ് ഇബ്രാഹിം? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. അദ്ദേഹത്തെ ഈ ദുനിയാവിൽ നാം തെരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. വരാനിരിക്കുന്ന ലോകത്ത് സ്വാലിഹുകളുടെ കൂടെയാണ് അദ്ദേഹം. എന്നിട്ടൊരു സന്ദർഭമല്ല പറയാ, ഇത് ഖാല ലഹു റബ്ബുഹു. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു, അസ്ലിം, അസ്ലിം, നീ മുസ്ലിമാവുക, നീ സമർപ്പിതനാവുക എന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞു. ഖാല, അപ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അല്ലാഹുവേ, ഞാൻ നിനക്ക് സർവവും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാം ആവുക എന്നത് ഒരു ജാതി മതത്തിലേക്കുള്ള പ്രവേശനമല്ല. ഇസ്ലാം എന്നത് ഒരു ജീവിത രീതിയിലേക്കുള്ള പ്രവേശനമാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ചൊല്ലി അവസാനിക്കാനുള്ളതല്ല, ഒരായുസ് കൊണ്ട് നിർവഹിച്ചു തീർക്കാനുള്ളതാണ്. ഷഹാദത്ത് ചൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തെ ഒരാൾ ഷഹാദത്താക്കാൻ അത്ര എളുപ്പമല്ല. മുസ്ലിം ആവുക എന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ മുസ്ലിമായി കൊണ്ടിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുസ്ലിമായി കൊണ്ടിരിക്കുക എന്ന പ്രവർത്തനം, മുസ്ലിമായി കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തനം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ജാതി സമുദായത്തിൽ അംഗമാവുക എന്നല്ല.
അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ടാണോ നമ്മെ കടാക്ഷിച്ചത്, ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന് സമർപ്പിക്കലാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. ആ സമയത്ത് ഇബ്രാഹിം നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുട്ടിയായിരുന്നു. ഒരു സംശയമല്ലേ. ബൈബിള് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞിട്ടാണെന്നാ. എന്തായിരുന്നാലും പ്രായം ഒരുപാടായിട്ടാണ് ആ കുട്ടി ഉണ്ടാവുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന പിതാവിന് ആ സമയത്ത് ഏറ്റവും വലിയ സന്തോഷമാണ് ആ കുട്ടി, ആ കുട്ടിയുടെ കൊഞ്ചലും കൗതുകവും അല്ലേ. എന്നിട്ടോ ആ കുട്ടിയെ അള്ളാഹ് പറയണത്, ആ കുട്ടിയെ പിന്നെ താലോലിക്കാൻ നിൽക്കണ്ട ഇബ്രാഹിം, ആ കുട്ടിയെ മക്കയിൽ കൊണ്ടുപോയി ആക്കണം. കുട്ടിയെയും ഉമ്മയെയും ആ മക്കയിലിട്ട് താങ്കൾ തിരിച്ചു പോരണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇറാഖിൽ നിന്ന് മക്ക വരെ യാത്ര. ഒരു കുട്ടി മാത്രമല്ല അവിടെ ഉള്ളത്, പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്തൊരു പാവ ഉമ്മയുമുണ്ട്. അതും ആദ്യ പ്രസവം. ആദ്യ പ്രസവത്തിന്റെ ആധിയും അതിന്റെ പേടിയും അതിനെക്കുറിച്ചുള്ള വേവലാതിയും എത്രയാണ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുക. ആ വേവലാതിയും ആധിയും എല്ലാമുള്ള ഒരു പാവം പെണ്ണ്, അതാണ് ഹാജറ ബീവി. ഇറാഖിൽ നിന്ന് മക്ക വരെ നടക്കുകയാണ്. അങ്ങനെയാണ് ഹാജറ ബീവി ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ അതിലൂടെ നടന്നതുകൊണ്ടാണോ? ഏതെങ്കിലും ഒരു പ്രവാചകൻ അതിലൂടെ കയറി നിന്നതുകൊണ്ടാണോ? ഒന്നുമല്ല. ഒരു പാവ ഉമ്മ, ആ ഉമ്മയുടെ പിഞ്ചു കുഞ്ഞിന്, ദാഹിച്ച് കരയുന്ന കുഞ്ഞിന്, മുലപ്പാല് വറ്റിപ്പോയ ഉമ്മ ഒരു തുള്ളി വെള്ളം അന്വേഷിച്ച് ഓടി നടന്നതാണ്. ആ കാരണം കൊണ്ട് സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാകുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഹാജറ ബീവി ചരിത്രത്തിന്റെ മുകളിലാണ്. ചരിത്രത്തിന്റെ മുകളിലാണ് ഹാജറ ബീവി. എത്ര ഉന്നതമായ സ്ഥാനമാണ് അള്ളാഹു കൊടുത്തത്. ഒരു പാവം നീഗ്രോ അടിമ സ്ത്രീയായിരുന്ന ഹാജറ ബീവി ചരിത്രത്തിലേക്ക് കടന്നു വരുന്നു. ഒരു പ്രവാചകന്റെ ഇണയാകുന്നതോടുകൂടി ചരിത്രത്തിലെ വലിയൊരു വ്യക്തിത്വമായി മാറുന്നു. 5000-ലേറെ കൊല്ലങ്ങൾക്കിപ്പുറവും നമ്മൾ ആ പേര് പറയുന്നു, ആ ചരിത്രം പറയുന്നു. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറ്റവും പ്രിയപ്പെട്ടതാണ് അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചത്. കൂട്ടത്തിലൊരു കുട്ടിയെ അല്ല ചോദിച്ചത്, ഒരേ ഒരു കുട്ടിയെയാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് അതായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് എല്ലാവർക്കും മക്കളാകണമെന്നില്ല. ചില ആളുകൾക്ക് സമ്പത്തായിരിക്കും അല്ലെ, ചില ആളുകൾക്ക് സമയമായിരിക്കും. ഓരോ ആളുകൾക്ക് ഓരോന്നാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതാണ് അള്ളാഹുവിന് ആവശ്യം. ചില ആളുകൾ പറയൂലേ, ഞാൻ പൈസ വേണമെങ്കിൽ എത്രയും തരാം, പക്ഷെ എനിക്ക് വരാൻ കഴിയില്ല, സമയമില്ലെന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുമ്പോഴേ ഞാൻ പൈസ വേണമെങ്കിൽ എത്രയും തരാം, ശരിക്കും വരാൻ സമയമില്ല എന്ന് പറയും. അവരുടെ സമയമാണ് അള്ളാഹ്ക്ക് വേണ്ടത്. കാരണം അവരുടെ പൈസ അവർക്ക് തന്നെ ആവശ്യമില്ല, അതിന് അവര് തന്നെ വില കൽപ്പിക്കുന്നില്ല. എങ്കിൽ അവരിൽ നിന്ന് അള്ളാഹുവിന് ആവശ്യം അവരുടെ സമയമാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് അള്ളാഹുവിനെ സമർപ്പിക്കുന്നത് വരെ മില്ലത്ത് ഇബ്രാഹിമിന്റെ പിൻഗാമികളാകാൻ സാധിക്കുകയില്ല. അള്ളാഹ് പറഞ്ഞതാണ്, മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ മില്ലത്ത്, നിങ്ങളുടെ പാത നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാതയാണ്. ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും പിതാവ് ലോകത്തെങ്ങുമുള്ള സത്യവിശ്വാസികളുടെ പിതാവായി മാറിയത് എങ്ങനെയാണ്? അതായിരിക്കണം, അതിനുള്ള ഉത്തരമായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതം. നമ്മുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. സമർപ്പിതനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ശാക്കിറായ നന്ദിയുള്ളവനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അള്ളാഹുവിന്റെ ചങ്ങാതിയാകുന്നത്രയും അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി മാറിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതാണ് ആ ചരിത്രത്തിന്റെ പാഠം. ആ സമർപ്പണത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഹജ്ജ് സമർപ്പണമാണ്, ചോദ്യങ്ങളില്ലാത്ത അനുസരണയാണ്. ചിലപ്പോൾ നടക്കുന്നു, ചിലപ്പോൾ ഓടുന്നു, ചിലപ്പോൾ കല്ലെറിയുന്നു, ചിലപ്പോൾ രാപ്പാർക്കുന്നു. അവിടെ നിസ്കരിക്കരുത്, അപ്പുറത്ത് പോയിട്ട് നിസ്കരിക്കുന്നു. സമയമായാലും ഇവിടെ നിസ്കരിക്കണ്ട, അവിടെ ചെന്നിട്ട് കൂട്ടി നിസ്കരിച്ചാൽ മതി അല്ലേ. അള്ളാഹു പറയുന്നത് അനുസരിക്കുന്ന, അനുസരണത്തിന്റെ വിധേയനാകുന്ന മനസ്സിന്റെ ഉദാഹരണമാണ് ഹജ്ജ്. അടിമത്തം പഠിക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഇത്രയും വലിയ ഭക്തിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ഭക്തിയിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഒരു അടിമയാണ് എന്ന് പറഞ്ഞു. അടിമയോ? അതെ, ഞാനൊരു അടിമയെ വാങ്ങി. അദ്ദേഹത്തെയും അവനെയും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? അപ്പം അവനോട് പറഞ്ഞു, എനിക്ക് പേരില്ല, യജമാനൻ എന്താണോ എന്നെ വിളിക്കുന്നത് അതാണ് എന്റെ പേര്. നിനക്ക് എന്താണ് കഴിക്കാൻ ഭക്ഷണം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, യജമാനൻ എന്താണോ തരുന്നത് അത് ഞാൻ കഴിക്കും, യജമാനൻ എന്താണോ സമ്മാനിക്കുന്നത് അത് ഞാൻ ധരിക്കും. ഒന്നും സമ്മാനിച്ചിട്ടില്ലേ, എനിക്ക് വസ്ത്രമില്ല.
ഒന്നും വിളിച്ചില്ല, എനിക്ക് പേരില്ല, ഒന്നും തന്നില്ല, എനിക്ക് ഭക്ഷണമില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മനുഷ്യന്റെ അടിമയായ മറ്റൊരു മനുഷ്യൻ ഇത്രയും വിധേയനാണെങ്കിൽ ലോകരക്ഷിതാവിന്റെ അടിമയായ ഞാൻ ആ രക്ഷിതാവിന് എത്ര വിധേയനാകണം? അങ്ങനെയാണ് എന്റെ ജീവിതം മാറിയത് എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാനായ പണ്ഡിതൻ വിശദീകരിക്കുന്നുണ്ട്. അടിമത്വം, അനുസരണ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയനാകൽ, നമ്മുടെ ഇച്ഛകളെക്കാൾ, നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ, ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊന്തുന്ന ആഗ്രഹങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ആഗ്രഹങ്ങൾക്കും അള്ളാഹുവിന്റെ ഇച്ഛകൾക്കും കീഴ്പ്പെടുക എന്ന പാഠമാണ് ഹജ്ജ് അടക്കമുള്ള ഇബാദത്തുകളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയുള്ള ജീവിത വഴിയിലൂടെ മുന്നോട്ടു പോകാൻ പരമദയാലുവായ രക്ഷിതാവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കേവലം ഒരു വായന എന്നതിനപ്പുറം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അത് തിരിച്ചുപിടിക്കാനുള്ള വായനയായി, ഓർമ്മയായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും കുടുംബത്തിന്റെയും സ്മൃതി, ഓർമ്മകൾ നമുക്ക് ഉണർവായി മാറേണ്ടതുണ്ട്. അങ്ങനെ ആ പാതയിൽ, ആ മില്ലത്തിൽ പഴക്കാതെ, തെറ്റിപ്പോകാതെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമദയാലുവായ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന